പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലും ആഗോള സാമ്പത്തിക മേഖലയിലും വീണ്ടും വൻ ആശങ്ക വിതച്ചുകൊണ്ട് ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സൈനിക ബന്ധം അഭൂതപൂർവമായ തകർച്ചയിലേക്ക് നീങ്ങുകയാണ്. അമേരിക്കൻ സൈന്യത്തിന് സഹായമോ സൈനിക താവളങ്ങളോ നൽകിയാൽ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന ഇറാന്റെ പ്രഖ്യാപനം മേഖലയിലെ നയതന്ത്ര സമവാക്യങ്ങളെയാകെ മാറ്റിമറിച്ചിരിക്കുന്നു. വെറുമൊരു വാക്കേറ്റത്തിനപ്പുറം ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോൺ ആക്രമണങ്ങളും വ്യാപാര ഉപരോധങ്ങളും ഉൾപ്പെടുന്ന സങ്കീർണമായ ഒരു യുദ്ധാന്തരീക്ഷത്തിലേക്കാണ് പശ്ചിമേഷ്യൻ മേഖല വഴുതി വീഴുന്നത്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ദീർഘകാല ശത്രുതയുടെ പ്രത്യാഘാതങ്ങൾ പേറേണ്ടി വരുന്നത് ഗൾഫ് സഹകരണ കൗൺസിൽ അംഗങ്ങളായ അയൽ രാജ്യങ്ങളാണ് എന്നത് അതീവ ഗുരുതരമായ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനോ സൈനികർക്ക് ലോജിസ്റ്റിക് സൗകര്യങ്ങൾ ഒരുക്കാനോ താവളങ്ങൾ വിട്ടു നൽകാനോ തയ്യാറാകുന്ന ഗൾഫ് രാജ്യങ്ങൾ നേരിട്ട് തങ്ങൾക്കെതിരെയുള്ള അധിനിവേശത്തിൽ പങ്കാളികളാകുകയാണ് ചെയ്യുന്നതെന്നാണ് ഇറാന്റെ സൈനിക വിഭാഗത്തിന്റെ പ്രധാന ആരോപണം. മേഖലയിൽ പ്രവർത്തിക്കുന്ന US സൈനിക താവളങ്ങൾ വഴി വാഷിംഗ്ടണിന് പിന്തുണ നൽകുന്ന അയൽ രാജ്യങ്ങൾക്ക് നേരെ കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാന്റെ സൈനിക നേതൃത്വം പരസ്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഖത്തറിലെ അൽ ഉദൈദ്, ബഹ്റൈനിലെ 5th ഫ്ലീറ്റ്, കുവൈറ്റിലെ അലി അൽ സലൈം, UAE-യിലെ അൽ ദഫ്ര തുടങ്ങിയ താവളങ്ങളിൽ അമേരിക്കയ്ക്ക് ശക്തമായ സൈനിക സാന്നിധ്യമുണ്ട്. ഈ കേന്ദ്രങ്ങളെ അടിസ്ഥാനമാക്കി ഇറാനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള വ്യോമാക്രമണമോ സൈനിക നീക്കങ്ങളോ അമേരിക്ക നടത്തിയാൽ പ്രസ്തുത സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളെ അധിനിവേശത്തിന്റെ ഭാഗമായി കണക്കാക്കി തങ്ങൾ മറുപടി നൽകാൻ നിർബന്ധിതരാകുമെന്നാണ് ടെഹ്റാൻ വ്യക്തമായ നിലപാട് വ്യക്തമാക്കിയത്. പശ്ചിമേഷ്യയിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള അമേരിക്കൻ തന്ത്രങ്ങൾക്ക് പരോക്ഷമായി സഹായം നൽകുന്നത് സ്വന്തം സുരക്ഷയ്ക്ക് നേരിട്ട് ഭീഷണിയാകുമെന്ന് ഗൾഫ് അയൽക്കാരെ ഓർമ്മിപ്പിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. വാചാടോപങ്ങൾക്കപ്പുറം UAE ലക്ഷ്യമാക്കി 2 ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ നടത്താൻ ശ്രമിച്ച ആക്രമണങ്ങൾ മേഖലയിലെ സംഘർഷത്തിന് കൂടുതൽ ആക്കം കൂട്ടിയിട്ടുണ്ട്. ചരക്ക് കപ്പലുകളെയും തന്ത്രപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ട് വന്ന ഈ ആക്രമണ നീക്കങ്ങളെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിജയകരമായി പ്രതിരോധിച്ചതായി UAE പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. എന്നിരുന്നാലും തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള ഈ കടന്നുകയറ്റത്തിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഇറാനുമായുള്ള എല്ലാത്തരം വ്യാപാര, വാണിജ്യ, സാമ്പത്തിക ഇടപാടുകളും പൂർണ്ണമായി നിർത്തിവെക്കാൻ UAE ഭരണകൂടം തീരുമാനിച്ചു. ദശാബ്ദങ്ങളായി ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ സാമ്പത്തിക പങ്കാളികളിൽ ഒന്നായിരുന്ന UAE വ്യാപാര ബന്ധങ്ങൾ വിച്ഛേദിച്ചത് അന്താരാഷ്ട്ര ഉപരോധങ്ങളിൽ വലയുന്ന ഇറാന്റെ സാമ്പത്തിക ഘടനയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. തങ്ങളുടെ സൈനിക താവളങ്ങളെയല്ല, മറിച്ച് സിവിലിയൻ ലക്ഷ്യങ്ങളെയാണ് ഇറാൻ ആക്രമിക്കുന്നതെന്നും ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത ലംഘനമാണെന്നും ഗൾഫ് രാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. സംഘർഷാന്തരീക്ഷം മുറുകുന്നതിനിടയിൽ സോഷ്യൽ മീഡിയയിലും സമാന്തര മാധ്യമങ്ങളിലും വ്യാജ വാർത്തകളുടെ ഒരു പരമ്പര തന്നെ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. UAE-യിൽ കഴിയുന്ന ഇറാൻ പൗരന്മാരുടെ വിസകൾ കൂട്ടത്തോടെ റദ്ദാക്കുന്നുവെന്നും മറുവശത്ത് ഇറാന് കോടിക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക സഹായം നൽകുന്നുവെന്നുമുള്ള വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ പ്രചാരണങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. എന്നാൽ ഇത്തരം വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും പ്രചാരണങ്ങളിൽ സത്യത്തിന്റെ ഒരംശം പോലുമില്ലെന്നും UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ് വ്യക്തമാക്കി. അയൽ രാജ്യങ്ങളെയും സിവിലിയൻ മേഖലകളെയും ലക്ഷ്യമിട്ടിട്ടുള്ള ഇറാന്റെ പ്രകോപനപരമായ ആക്രമണങ്ങൾ ടെഹ്റാനെ അന്താരാഷ്ട്ര സമൂഹത്തിലും പ്രാദേശിക തലത്തിലും കൂടുതൽ ഒറ്റപ്പെടുത്തുക മാത്രമേയുള്ളൂവെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. നിങ്ങളുടെ യുദ്ധം അയൽക്കാരോടല്ല എന്ന് ഇറാന് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയ ഗർഗാഷ് ഇറാൻ അയൽപക്ക ബന്ധങ്ങളിൽ വിവേകവും ഉത്തരവാദിത്തവും കാണിക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെടുകയുണ്ടായി. പശ്ചിമേഷ്യയിൽ പുകയുന്ന ഈ തീപ്പൊരി വെറുമൊരു പ്രാദേശിക തർക്കത്തിലോ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ലോകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ വലിയൊരു പങ്കും കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷയെ ഈ സംഘർഷം നേരിട്ട് ബാധിക്കുന്നുണ്ട്. കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പലുകളുടെ സുഗമമായ ഗതാഗതം തടസ്സപ്പെടുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില കുത്തനെ ഉയരുന്നതിനും ആഗോള വിതരണ ശൃംഖലകൾ സ്തംഭിക്കുന്നതിനും വഴിവെച്ചിരിക്കുകയാണ്. ഖത്തറും ഒമാനും നടത്തുന്ന നയതന്ത്ര ഇടപെടലുകൾക്കും മധ്യസ്ഥ ശ്രമങ്ങൾക്കും കാര്യമായ പുരോഗതി കൈവരിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ പശ്ചിമേഷ്യൻ പ്രതിസന്ധി ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുമെന്ന ഭയം ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ കനത്ത ഭീഷണിയാവുകയാണ്. GCC രാജ്യങ്ങൾക്ക് തങ്ങളുടെ സുരക്ഷാ മുൻഗണനകളും പ്രതിരോധ സമവാക്യങ്ങളും പൂർണ്ണമായും പുനർനിർവചിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇറാനെ ഉൾക്കൊണ്ടുകൊണ്ട് മേഖലയിൽ സമാധാനം കൊണ്ടുവരാൻ ശ്രമിച്ച സമീപനങ്ങൾ പരാജയപ്പെട്ടുവെന്നും ദീർഘകാല സുരക്ഷയ്ക്കായി പുതിയ പ്രതിരോധ കവചങ്ങളും സൈനിക സഖ്യങ്ങളും രൂപീകരിക്കേണ്ടതുണ്ടെന്നും നയതന്ത്ര വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. അമേരിക്കയുടെ പ്രതിരോധ പിന്തുണയും അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഗൾഫ് മേഖലയ്ക്ക് കൂടുതൽ അനിവാര്യമായി മാറുന്ന പശ്ചാത്തലത്തിലാണ് ഇറാന്റെ ഇത്തരം അനിയന്ത്രിതമായ നീക്കങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. തീവ്രമായ സൈനിക തർക്കങ്ങളും സാമ്പത്തിക ഉപരോധങ്ങളും അനിശ്ചിതത്വത്തിൽ നിർത്തിയിരിക്കുന്ന പശ്ചിമേഷ്യയിൽ ഇനിയൊരു നയതന്ത്ര പിഴവിന് കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും. കേവലം സൈനിക ഭീഷണികൾക്കോ മിസൈൽ പ്രയോഗങ്ങൾക്കോ ദീർഘകാല സമാധാനം സ്ഥാപിക്കാൻ കഴിയില്ലെന്ന് ചരിത്രം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനിയൊരു വിനാശകരമായ പ്രാദേശിക യുദ്ധത്തിലേക്ക് വീണു പോകാതിരിക്കാൻ ഇറാനും ഗൾഫ് അയൽ രാജ്യങ്ങളും പരസ്പരം വിദ്വേഷത്തിന്റെ ഭാഷ ഉപേക്ഷിച്ച് അന്താരാഷ്ട്ര തലത്തിലുള്ള നയതന്ത്ര സംഭാഷണങ്ങളിലേക്ക് എത്രയും വേഗം തിരിച്ചെത്തുകയാണ് ഒരേയൊരു പ്രതിവിധി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.